ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്നെൻ്റെ ബ്രദറും നാട്ടിലും വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ടൊറന്റോ നഗരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, പ്ലസ് CN ടവർ കൂടെ. അപ്പം നമുക്ക് എല്ലാവർക്കും പോയി എൻജോയ് ചെയ്താലോ. ടൊറന്റോയിൽ പോകുന്നത് ആലോചിക്കുമ്പം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ട്രാഫിക് പ്ലസ് പാർക്കിംഗ്. അതുകൊണ്ട് കാർ എടുക്കുന്നതിലും കൺവീനിയൻ്റ് ആണ് ട്രെയിൻ പിടിച്ച് പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ട്രെയിൻ ഗോ സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ പിടിച്ച് യൂണിയൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 to 45 മിനിറ്റ്സ് ആണ് ഞങ്ങൾക്ക് യൂണിയൻ സ്റ്റേഷനിൽ എത്താൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി യൂണിയൻ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് യൂണിയൻ സ്റ്റേഷൻ. എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ. യൂണിയൻ സ്റ്റേഷനിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ. നമ്മളപ്പം സ്കൈ വാക്ക് ലക്ഷ്യം പിടിച്ച് നടക്കുകയാണ്. സ്കൈ വാക്ക് എന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ സ്റ്റേഷൻ്റെ അകത്തൂടെയുള്ള ഒരു പാത്ത് വേ ആണ്. ഇതിൽ അകത്തൂടെ നടന്നാൽ നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് നടന്നാൽ മതിയായിരിക്കും. നമ്മൾ CN ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിച്ചേരും. നാത്തൂൻ ഫസ്റ്റ് ടൈമാണ് ടൊറന്റോയിൽ. അപ്പോൾ ഈ വാക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ 10 to 15 മിനിറ്റ്സ് വാക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ നാത്തൂനെ പ്രാങ്ക് ചെയ്യുകയായിരുന്നു. CN ടവറിൽ കയറണമെങ്കിൽ 1700 സ്റ്റെപ്സ് കയറണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്നെ പറ്റിച്ചു. അപ്പൊ ആൻ ആ നിരാശയിൽ പോവുകയാണ്. നിരാശ കിട്ടി. അപ്പം നമ്മളിതാ സ്കൈ വാക്കിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയപ്പോൾ നേരെ കാണുന്നത് ഈ CN ടവറാണ്. യൂണിയൻ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കിവിടെ ഇഷ്ടം പോലെ ട്രെയിൻ സ്പോട്ടിങ് കാണാം. CN ടവറും ടൊറന്റോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഇതും ഒരു മെയിൻ സ്പോട്ട്. ഇതാണ് ഇവിടുത്തെ റെയിൻ മ്യൂസിയം. സോ ഇവിടുത്തെയും കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കണ്ടു പോവാം. ഈ കാണുന്ന റെയിൽവേ മ്യൂസിയം ഇയർ അറൗണ്ട് ഉണ്ടെങ്കിലും സമ്മറിലാണ് കൂടുതലും ലൈവ്ലി. ഈ കാണുന്ന ടേൺ ടേബിളും പിന്നെ അല്ലാതെ ട്രെയിൻ റൈഡും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയത് സമ്മർ കാലത്താണ്. ടൊറന്റോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈ ബിൽഡിങ്സിൻ്റെ ക്ഷാമമില്ലല്ലോ. എവിടെ തിരിഞ്ഞാലും നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ടൊറന്റോയിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നു. നല്ലതായിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ ട്രെയിനിലൊക്കെ കയറാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഇത് പിള്ളേരുടെ അതുകൊണ്ടില്ല. പക്ഷെ ആയിരിക്കുന്നതൊക്കെ വലിയ ആൾക്കാരല്ലേ? എന്നോ കയറാൻ കുഴപ്പമില്ല. കുഴപ്പല്ലേ? അപ്പോ ഈ പറയുന്ന CN ടവർ സ്റ്റെപ്പ് കയറി എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയാണോ? എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1000 സംതിങ്ങോ? കറക്റ്റ് പറ. 1470. ആൾക്കാർ കേക്കരുത്. അപ്പൊ കേറാൻ റെഡിയല്ലേ? കേറാൻ റെഡിയല്ലേ? ഡബിൾ ഓക്കെ എന്ന് പറ. ഓക്കെ. താങ്കളുടെ വൈഫ് പറഞ്ഞ പോലെ 1700 സംതിങ് സ്റ്റെപ്സ് കയറാൻ റെഡിയാണോ? ഞാൻ ലെഫ്റ്റിൽ പോകും. അയ്യോ, ഒറ്റയ്ക്കാക്കുന്ന വഴി അറിയാമോ? അവര് ഡയറക്റ്റ് ചെയ്തോളും. അപ്പൊ അതുപോലെയൊക്കെ പോയാൽ മതി. ഓക്കെ. യുവതിയാണ്, തീരെ യുവതി സിംഗം പെണ്ണ്. ഞാൻ ലെഫ്റ്റിൽ പോകണം. എനിക്ക് പോകണം. ഓക്കെ. രണ്ടുപേരും രണ്ട് വഴിയാവും. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് എവറിത്തിങ് സ്മൂത്ത് ആയിരുന്നു. ഞങ്ങൾ കയറാനുള്ള പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള കോമഡി സീനാണിത്. നാത്തൂൻ സ്റ്റിൽ വിശ്വസിച്ചിരിക്കുന്നത് സ്റ്റെപ്സ് കയറി പോകണം എന്നാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ ഗൈസ്. 2007 വരെ ടൊറന്റോയിലെ CN ടവർ ആയിരുന്നു ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ ഇൻ ദ വേൾഡ്.
CN ടവറിൻ്റെ മുകളിൽ കയറി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു വശത്ത് മുഴുവൻ ഈ ടോൾ ബിൽഡിങ്സും, മറുവശത്ത് ലേക്ക് ഒണ്ടാരിയോയും പിന്നെ ടൊറൻഡോ ഐലൻഡും, മാത്രമല്ല ടൊറൻഡോ ഐലൻഡിലുള്ള എയർപോർട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ ചുറ്റും കൂടെയുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഫ്ലൈറ്റ് എന്തോസിയാസ്റ്റിന് ഇത് പറ്റിയ സ്പോട്ടാണ് ഗൈസ്. കാരണം ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. CN ടവറിൻ്റെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഈ എഡ്ജ് വർക്ക്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൽ കുറച്ച് ആൾക്കാരെ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്തൊരു ധൈര്യമാണല്ലേ ഇത്രയും ഹൈറ്റിൽ ഇത് ചെയ്യുന്നത്. ഐ കാൺട്ട്. CN ടവറിൽ നിന്ന് കണ്ടിറങ്ങിയിരിക്കുന്ന എന്താണ് എക്സ്പീരിയൻസ്? UK ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറയൂ. വളരെ നല്ലതാണ്. അപ്പോൾ CN ടവർ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങളാണെങ്കിൽ അടുത്ത ഒരു സ്പോട്ടിലേക്ക് കയറുകയാണ്. അതാണ് ഈ റിപ്ലേസ് അക്വേറിയം. ഇതിനകത്ത് നമുക്ക് പലതരം മീനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇത് പിള്ളേർക്ക് മാത്രമല്ല, നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു നല്ല അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ അക്വേറിയം ഒക്കെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന സ്റ്റിംഗ് റേസിനെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റിംഗ് റേസിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പി പ്ലസൻറ്റ് ഫേസ് പോലെ കാണാൻ പറ്റുന്നില്ല. എനിക്കങ്ങനെയാണ് തോന്നിയത്. മാത്രമല്ല നമുക്ക് റെയറായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ജെല്ലി ഫിഷിനെയും പിന്നെ സ്റ്റാർ ഫിഷിനെയും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ അക്വേറിയം ടോട്ടലി പറയുകയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡുമാണ്. മാത്രമല്ല ഫുള്ളി ഇൻഫോർമേറ്റീവുമാണ്. നമ്മളിങ്ങനെ ഓരോ സെക്ഷനിൽ പോകുമ്പോഴേക്കും നമുക്ക് ഓരോ മീനും അത് ഏത് മീനാണ്, അതിൻ്റെ ഇനം ഏതാണ്, അങ്ങനെ അതിനെപ്പറ്റിയുള്ള നല്ലൊരു ബോധം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വായിച്ച് ഇതെല്ലാം കണ്ടുപോകുമ്പോൾ നമ്മളൊരു വേറെ വേൾഡിലാണെന്ന് മാത്രമല്ല നമുക്ക് ഒട്ടുമേ ബോറും അടിക്കത്തില്ല. അപ്പോൾ അക്വേറിയം കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അതാ ഒരു വലിയ കൂട്ടം. പിന്നെയല്ല മനസ്സിലായത് ഇവിടുത്തെ ബ്ലൂ ജെയ്സ്, അതായത് ബേസ്ബോളിൻ്റെ ടീമിൻ്റെ ഇന്ന് മാച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങുന്ന കൂട്ടമാണ് ഈ കാണുന്നത്. നമ്മൾ ടൊറന്റോയുടെ നേതൻസ് ഫിലിപ്സ് സ്ക്വയറിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് പോയി അവിടെ കണ്ട കാഴ്ചകളൊക്കെ കാണാം. കമോൺ. ഈ നേതൻസ് ഫിലിപ്സ് സ്ക്വയറിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ആക്ടിവിറ്റീസോ പരിപാടികളോ നടക്കുന്നതാണ്. ഞങ്ങൾ പോയ ആ വീക്ക് എനിക്കൊരു ഫുഡ് ഫെസ്റ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ടൊറന്റോ സിംബലിൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് ടൊറന്റോ സിറ്റി ഹാൾ. അപ്പം നമ്മൾ ടൊറന്റോ സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് യൂണിയൻ സ്റ്റേഷനിലേക്ക് നടന്ന് ട്രെയിൻ പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ആചാരം മറക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.